ഹലോ ഗൈസ്, ജിതിനാണ് യുവർ സ്പിരിച്വൽ ബഡി. എനിക്കൊരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിലുണ്ട്. അതിൻ്റെ പേരും യുവർ സ്പിരിച്വൽ ബഡി തന്നെയാണ്. അതിനകത്ത് ഞാനൊരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റീല് എൻ്റെ ഒരു വീഡിയോ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് കേട്ടിട്ടൊരു റീലാണ്. അത് അത്യാവശ്യം ആളുകളുടെ ഇടയിലോട്ട് ചെന്നു. അത്യാവശ്യം റീച്ചായി. കുറേ പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജസ് ആയിട്ടും കമൻസ് ആയിട്ടും കുറേ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നാലറിയാവുന്ന സംശയങ്ങൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാനൊരു സാധാരണക്കാരനാണ്. 2-2.5 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളൂ ഈ സ്പിരിച്വൽ ഫീൽഡിൽ. എന്നാലും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഞാൻ ഇൻഡിവിജ്വലി പോയി പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ട് ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ബേസിക്കലി 3 ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത് മെയിനായിട്ടും. ഒന്നാമത്തെ ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ നെഗറ്റീവ് എനർജീനെ എങ്ങനെ എടുത്ത് കളയാം. 2, ഈ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന സിംറ്റംസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. 2, നെഗറ്റീവ് എനർജി എങ്ങനെ വരുന്നു. ഇതിനെപ്പറ്റിയാണ്. അപ്പോൾ എല്ലാം കൂടി ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺഫ്യൂസിങ് ആവും. ഭയങ്കര ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ മാറും. നിങ്ങൾ ആരും കാണില്ല. അതുകൊണ്ട് ഞാനൊരു സെക്ഷനായിട്ട് ഒരു വീഡിയോ ചെയ്യാം, പാർട്സ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാൻ വിട്ടു. ആ വീഡിയോ കണ്ടു എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് ആദ്യമേ തന്നെയാണോ സ്റ്റാർട്ട് ചെയ്യാം. ഈ നെഗറ്റീവ് എനർജി എങ്ങനെ വരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞായിരുന്നു മുന്നത്തെ വീഡിയോയിൽ. അത് തന്നെയാണ് കാര്യം. നമ്മുടെ സോളാർ ഇപ്പോൾ കാണാത്തവർക്കാണെങ്കിൽ ഒന്നുകൂടി പറയാനാണ്. നമ്മുടെ ബോഡിയിൽ 7 ചക്രാസ് ഉണ്ട്. താഴത്തു നിന്നും മുകളിലോട്ടുള്ള 3ാമത്തെ ചക്ര സോളാർ പ്ലസ് ചക്ര, മണിപ്പൂരായ ചക്ര. ഈ ചക്രയിലൂടെയാണ് ഇത് നമ്മുടെ ബോഡിയിലോട്ട് എൻ്റർ ആവുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എങ്ങനെ എൻ്റർ ആവണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഭയം ഉണ്ടാവുക, ഫിയർ ഉണ്ടാവുക, നമുക്ക് കണ്ട് പേടിക്കുമ്പോൾ ഈ ചക്ര ഓപ്പൺ ആവും. അല്ലെങ്കിൽ നമ്മൾ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്സ്, ഞാൻ പറഞ്ഞു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്സ് ഭയങ്കര ഒരു പ്രശ്നമുണ്ട്. ഇമോഷണൽ ആരോടും അറ്റാച്ച് ചെയ്തെന്ന് ഞാൻ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഒരാളായിട്ട് അഗാധമായിട്ട് പ്രണയത്തിലായിരുന്നു. പെട്ടെന്ന് ആ പ്രണയം നിന്ന് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമോഷണലി നിങ്ങൾ വീക്കായി. ഇമോഷണലി വീക്കാകുമ്പോഴും ഈ ചക്ര ഓപ്പണം. അപ്പോഴാണ് ഈ സാധനങ്ങൾ നമ്മുടെ ബോഡിയിലോട്ട് വരുന്നത്. ബേസിക്കലി 3 ടൈപ്പ് ഓഫ് എനർജീസ് ഉണ്ട്, നെഗറ്റീവ് എനർജീസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ ദൃഷ്ടിദോഷം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, കണ്ണേറ്, ദൃഷ്ടിദോഷം, ഈവിളை, അതാണ് ഒന്ന്. 2 എന്ന് പറയുന്നത് ബാധ ഉപദ്രവം. അതായത് വേറൊരാളെ കൊണ്ട് നമ്മൾ ചീപ്പിക്കുന്നവരുടെ കൂടോത്രം, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ബാധ ഉപദ്രവത്തിൽ പറയുന്നത്. 3ാമത്തത് സോൾ അറ്റാച്ച്മെൻറ്റ്, ആത്മാവ്, ആ സാധനം കയറുന്ന പരിപാടിയാണ് സോൾ അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. 2, ഈ സിംറ്റംസ് എന്താണുള്ള റീസണുള്ള കാര്യം, അതും ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോ തന്നെ. ഇത് എങ്ങനെയാണ് നമ്മുടെ ഒരു ഉദാഹരണം, എനിക്ക് ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഉദാഹരണങ്ങൾ എടുത്ത് സംസാരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ ഈ സോളാർ പ്ലെക്സ് ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ആ എനർജി കയറിയിരിക്കുന്നത് നമ്മുടെ ഇവിടെയാണ്. എന്തുകൊണ്ടാണെന്ന് ഞാനൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. നമ്മുടെ വിക്രമാദിത്യനും വേതാളവും എല്ലാവരും കേട്ടിട്ടുണ്ടോ. അതിനകത്ത് വേതാളം വന്ന് വിക്രമാദിത്യൻ്റെ ഇവിടെ ഇരിക്കുന്നത്. അതേപോലെ തന്നെയാണ് നെഗറ്റീവ് എനർജീസും വന്നിരിക്കുന്ന പൊസിഷൻ ഇവിടെയാണ്. ഈ നെഗറ്റീവ് എനർജീസ് ആയാലും പോസിറ്റീവ് എനർജീസ് ആയാലും എല്ലാ എനർജീസിനും എല്ലാ ഒബ്ജക്ട്സിനും എനർജി വേണം സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ, നിന്ന് പോകുന്നുണ്ടെങ്കിൽ. അപ്പം നമ്മുടെ ബോഡിയിൽ എവിടെയാണ് എനർജി ഉണ്ടാക്കുന്നത്? നമ്മുടെ വയറിലാണ് എനർജി ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അവിടെയാണ് പ്രോസസ്സ് ചെയ്തിട്ട് അവിടെ നിന്നാണ് എനർജി ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് എനർജി വേണം. അപ്പോൾ ഇവരുടെ ഒരു ലിങ്ക് അവിടെ നിന്ന് ഒരു ലിങ്ക് നമ്മുടെ വയറ്റിലോട്ട് പോകും. ഒരു ആൻറ്റീന പോലത്തെ ഒരു സാധനം നമുക്ക് പറയാം, ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി. അത് നമ്മുടെ വയറ്റിൽ പോകും. വയറ്റിൽ നിന്ന് എനർജി എടുക്കാൻ നോക്കും. പക്ഷേ നമ്മുടെ ബോഡി ഡിസൈൻ ചെയ്തേക്കുന്നത് അടിപൊളിയായിട്ടാണ് ദൈവം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു സംഭവം നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയെ റിജക്റ്റ് ചെയ്യാൻ നോക്കും. ഉദാഹരണം ഞാൻ പറഞ്ഞേക്കാം, അതും കൂടി പറഞ്ഞു തന്നേക്കാം. ഉദാഹരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റാത്തൊരു ഫുഡ് പോയ്സൺ കഴിക്കാം. അല്ലെങ്കിൽ പോയ്സൺ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. എങ്ങനെ? ഛർദ്ദിച്ച് കളയും. അതേപോലെ തന്നെ നമ്മുടെ വയറും ഇതിനെ റിജക്റ്റ് ചെയ്യാൻ നോക്കും. അതിനിടയിൽ നമ്മൾ ഫുഡ് കഴിക്കും. ഇതിനെ നമ്മുടെ വയറ് കിടന്ന് ഒബ്സ്ട്രക്റ്റ് ചെയ്യണ്ടാവും, തടയുന്നുണ്ടാവും. ഈ താഴത്തുനിന്ന് നമ്മുടെ ഇതിൻ്റെ നെഗറ്റീവ് എനർജി എടുത്ത് അതിനായിട്ട് നമ്മുടെ ഫുഡും കൂടി ചെന്ന് കഴിയുമ്പോൾ ഡൈജഷൻ ചെയ്യാണ്ട് ആ ഫുഡ് പ്രോസസ്സ് ചെയ്യാണ്ട് അവിടെ കിടന്നിട്ട് നമ്മുടെ വയറ്റിൽ സ്റ്റൊമക്ക് വീർത്തിട്ട് ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സംശയം ചോദിക്കും, ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, പക്ഷേ ഗ്യാസ് വരുന്നുണ്ടല്ലോ. കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ആവാണ്ടാവില്ല, കുറച്ച് പോർഷൻസ് അവിടെ കിടക്കുന്നുണ്ടാവും. ഇതിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടി വയറ് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടാകുന്നത്.
ബേസിക്കലി നമ്മുടെ ബോഡിക്ക് നമ്മുടെ 3 ലെവൽ ഓഫ് എനർജീസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് എനർജി ലെവൽ, 2 മെൻ്റൽ ലെവൽ, 3 ഫിസിക്കൽ ലെവൽ. ഫസ്റ്റ് സ്റ്റേജിലായിരിക്കുള്ളൂ ഫിസിക്കൽ സ്റ്റേജ് വീക്കാണ് എപ്പോഴും. എനർജി ലെവൽ നമുക്ക് എപ്പോഴും നമ്മുടെ സോളർ പ്ലെക്സ് ചക്ര അനുസരിച്ചായിരിക്കുള്ളൂ. സ്ട്രോങ് ആണെങ്കിൽ സ്ട്രോങ് ആയിട്ടിരിക്കും. മെൻ്റൽ സ്റ്റേജിലോട്ട് പയ്യെ അറിയുള്ളൂ. 3-ാം സ്റ്റേജിലാണ്, ഫിസിക്കൽ സ്റ്റേറ്റിലാണ് നമുക്കിവിടെ പെയിനുകളൊക്കെ വന്നു തുടങ്ങുന്നത്. കുറച്ച് ആളെയുമ്പോഴാണ് ഇവിടെ പെയിനുകൾ വന്നു തുടങ്ങുന്നത്. കാരണം ഇത് ഇവിടെ അള്ളിപ്പിടിച്ചിരിക്കണോണ്ടാണ് നമുക്ക് ആ പെയിൻ വരാനുള്ള റീസൺ. അതേപോലെ നമ്മുടെ ബാക്കിലും പെയിൻ വരാനുള്ള റീസൺ അത് തന്നെയാണ്. കുറേ നാൾ കൊണ്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ലിങ്ക് ഇവിടേക്ക് വരും, ഈ കണ്ണിലോട്ട് വരും. ഈ കണ്ണിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കണ്ണ് ചെറുതാവും, ലെഫ്റ്റ് ഐ ചെറുതാവും. അതിന് ഇവിടം കണ്ട് നല്ല രീതിയിൽ ഡാർക്കർ പാടുകൾ വരും. ഇവിടെ വരും, ഇവിടെയൊക്കെ വരും. ഇതൊക്കെ ഒരു ലക്ഷണങ്ങളാണ് ഇതിൻ്റെയൊക്കെ. ഇനി ഞാൻ പറഞ്ഞുതരാം. വേറൊരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ട്, നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ട്, ഇവിടെ ഇരിക്കണ്ടോയെന്നൊരു സംശയം ഉണ്ടെങ്കിൽ, നിങ്ങൾ അത്യാവശ്യം പോസിറ്റീവായിട്ട് എന്ന് തോന്നുന്ന ഒരാൾ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ കൂട്ടുകാരുടെ ആളുണ്ടെങ്കിൽ അവരോട് നിങ്ങളുടെ ഇവിടെ കണ്ട് ഒന്ന് പ്രസ് ചെയ്യാൻ പറയാം, ഒന്ന് മസാജ് ചെയ്യാൻ പറയാം. അവിടെ കൊണ്ട് വല്ല കല്ലിപ്പ് പോലെ അവർക്ക് ഫീൽ ചെയ്യണമെന്ന് നോക്കുക. കുറച്ചും കൂടി സ്പിരിച്വലി ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളോടാണ് ചോദിക്കണമെങ്കിൽ അവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. നോർമൽ പേഴ്സൺ അറിയാൻ കുറച്ച് ചാൻസ് കുറവാണ്. പക്ഷേ സ്പിരിച്വലി ആക്റ്റീവായിട്ടുള്ളവർക്ക് പെട്ടെന്ന് അറിയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അവരോടൊന്ന് ചോദിക്കുക, കല്ലിപ്പുണ്ടെന്ന് ചോദിക്കുക. കല്ലിപ്പുണ്ടെങ്കിൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ, ഗ്യാസ്ട്രിക് പ്രോബ്ലം, നെക്ക് പെയിൻ, ഇവിടെ ഈ പറയുന്ന സാധനങ്ങൾ എല്ലാം കൂടി ഒരുമിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. അതെന്താണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. ഈ 3-ാമത്തെ ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട്. ഞാൻ ആ സൊല്യൂഷൻസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോകളിൽ. എല്ലാം കൂടി തന്ന് അവിയിലാക്കി നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാമായ യുവർ സ്പിരിച്വൽ ബഡിയിൽ കയറി മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് അതിനകത്ത് മറുപടി പറയുന്നതാണ്. കുറച്ച് സമയം തരണം, കുറേ മെസ്സേജസ് ഇപ്പോഴും എനിക്ക് തീർക്കാനുണ്ട്. അതിനും പിന്നെ കമൻസ് ഇട്ടാലും ഞാൻ അതിനകത്ത് റിപ്ലൈ തരാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻസിലോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജസ് ആയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഉപകാരമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അടുത്ത റെമഡി പോർഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കുള്ളൂ അടുത്ത വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.